അപ്പൊ ഇന്ന് എന്റെ ഫ്രണ്ട് അജിച്ചേട്ടൻ വരുന്നുണ്ട്. കൊല്ലത്താണ് അജിച്ചേട്ടന്റെ വീട്. അപ്പൊ അജിച്ചേട്ടൻ ഇന്ന് സൗദി അറേബ്യക്ക് തിരിച്ചു പോവാ. അപ്പൊ അജിച്ചേട്ടൻ എടുക്കാനായിട്ട് ഞാൻ അങ്കമാലിക്ക് പോകണ്ട. ചേട്ടൻ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ബസ്സിനാണ് വരണത് അങ്കമാലി വരെ. അങ്കമാലിയിൽ പോയിട്ട് ഞാൻ അജിച്ചേട്ടൻ്റെ അടുത്ത് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് വൈകുന്നേരം ഇവിടെ നിന്നാണ് നമ്മൾ എയർപോർട്ടിൽ പോയി ആള് സൗദി അറേബ്യക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അയച്ചേട്ടൻ നിങ്ങൾക്ക് അറിയായിരിക്കും, മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 വർഷം 2 വർഷം മുമ്പ് അയച്ചേട്ടൻ ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നത് വൈഡ് വ്ളോഗ്സിലോ ഒരു റിയൽ ലൈഫിൽ എവിടെയാ കാണിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഏത് ചാനലാണെന്ന് ഓർമ്മയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഞാനങ്ങനെ അതെ അങ്കമാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാളയംപറമ്പ് ജംഗ്ഷൻ എത്തുന്നു. ഞാനും അയച്ചേട്ടനൊക്കെ ഒരുമിച്ച് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ ഇപ്പോഴും സൗദി അറേബ്യയിൽ തന്നെ വർക്ക് ചെയ്യണം. നമ്മുടെ ജോയി അച്ചാച്ചനെയൊക്കെ നമ്മൾ കാണിച്ചില്ല, അമ്മയുടെ ആംഗ്ലേനെയൊക്കെ. അപ്പോൾ അച്ചാച്ചനും ഈ ചേട്ടനൊക്കെ ഒരുമിച്ചായിരുന്നു മുമ്പ് ജോലി ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ 2010 സൗദി അറേബ്യയിൽ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കണക്ഷനാണ്, അതിങ്ങനെ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ അങ്കമാലി ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ആൾക്ക് വേണ്ടി. ആൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ബസ് ഇവിടെ സ്റ്റാൻഡിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ലൊക്കേഷനിൽ. അതാ അറ്റത്തുനിന്ന് ട്രോളി ബാഗും വലിച്ചു വരുന്നതാണ് നമ്മുടെ അജിച്ചേട്ടൻ. അപ്പൊ അജിച്ചേട്ടൻ വന്ന ബസ് ഇതേ പോണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ അജിച്ചേട്ടൻ നമ്മുടെ കാറിന്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സർപ്രൈസ് മുതല്. അജിച്ചേട്ടൻ ഒരു എനിക്ക് തോന്നുന്നു 10 വർഷത്തെ അല്ലേ, 10 വർഷത്തെ പരിചയമാണ്. 10 വർഷത്തിന് മുമ്പ് അറിയാം, എന്നാലും നേരിട്ട് പരിചയപ്പെട്ടത് 10 വർഷം ആയിട്ടുണ്ടോ. അയച്ചേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ കുറെ ഹെൽപ്പ് ചെയ്തേക്കണ ചേട്ടനാണ്. സൗദിയിൽ ലൈസൻസ് എടുക്കാൻ പോലും വണ്ടി ഓടിക്കാനൊക്കെ, എനിക്ക് ലൈസൻസ് ഇല്ലാത്തപ്പോഴും സൈറ്റിലൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് തരുമായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചേട്ടൻ മറന്നുണ്ടോ? ഞാൻ മറന്നിട്ടില്ല. ചേട്ടന്റെ ഒരു ടൊയോട്ടയുടെ ഹൈലക്സിന്റെ ഒരു ബാക്കിൽ പെട്ടിയുള്ള ഒരു നീണ്ട വണ്ടിയുണ്ട്. ഹൈലക്സ് തന്നെ ആയിരുന്നില്ലേ? നിസാന്റെ പിക്കപ്പിന്റെ ബാക്കിൽ പെട്ടിയുള്ളത്. അപ്പൊ അതിലൊക്കെയാണ് ഞാൻ അവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഓടിച്ച് പഠിച്ചതും. മെയിനായിട്ട് പഠിച്ചതൊക്കെ അങ്ങനെയാണ് അവിടെ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? സൂപ്പർ. നിങ്ങളുടെ കൊല്ലം പോലെയാണോ? ഞങ്ങളുടെ കൊല്ലം എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രാമം മാതിരിയല്ലേ ഇത്? സിറ്റി ആയിട്ട് അവിടെ വന്ന ആ രീതിയും അവിടുത്തെ രീതി ഇവിടുത്തെ രീതി തമ്മിലും. നിങ്ങൾ താമസിക്കുന്നത് ഇതിലുള്ള ഏരിയ എന്നല്ലേ ഉള്ളൂ. കൊല്ലം സിറ്റി അല്ലേ? കൊല്ലം സിറ്റിയാണ്. കൊല്ലം ബൈപ്പാസ് ഒക്കെ എന്തൊരു ഇതാണ്. ഒരു പുതിയ ബൈപ്പാസ് വന്നിട്ടില്ലേ? അതെ അതെ അതെ. എന്നിട്ടാണ്ട് വലിയ ഗൾഫിലെ റോഡ് കിടക്കണ പോലെ കിടക്കണേ. അവിടെ വണ്ടി കൊണ്ട് പോകാൻ പാടാ, ഭയങ്കര ബ്ലോക്കാണോ? അപ്പൊ എന്തായാലും നേരെ ഞങ്ങള് വീട്ടിലേക്ക് പോട്ടെ. അപ്പോ അയച്ചേട്ടനെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്, ഓർമ്മയുള്ളവര് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ വീടെത്തി. കാലത്ത് പറയുകയും ചെയ്തു, അതുകൊണ്ടറിയുന്ന അല്ലെങ്കിൽ അറിയില്ല. ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞേ, ശരിക്കും എനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. എവിടെ ചെന്ന കണ്ടേക്കണമ്മ? ഇവിടെ എന്തിട്ടണ ആരുടെ കല്യാണത്തിന് വന്നായിരുന്നു. ആ അത് തന്നെ. അത് കൂടാതെ 2 പ്രാവശ്യം പിന്നെയും വന്നു കുടുംബമായിട്ട്. അത് ഓർമ്മയുണ്ട്. മക്കളുമായിട്ട്. ചേട്ടൻ വിചാരിച്ച പോലെയല്ല, അമ്മയ്ക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. അമ്മച്ചിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ കുറവൊന്നുമില്ല. ഇവര് പറയും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അയച്ചേട്ടൻ ആദ്യമായിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വരുന്നത്. ആദ്യമായിട്ടല്ല, അയച്ചേട്ടൻ പണ്ട് വന്നിട്ടുണ്ട് എന്റെ കല്യാണത്തിന് അയച്ചേട്ടനും ഫാമിലിയും താമസിച്ചത് ഈ വീട്ടിലായിരുന്നു. അന്ന് ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു. വീട് ചെറുതായിരുന്നു, ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആകെ 2 റൂം ഉണ്ടായിരുന്നു തോന്നല്ലേ? 2 റൂമാണ് ഉണ്ടായുള്ളൂ. ഈ വീടിന്റെ പണ്ടത്തെ, അതായത് 10 കൊല്ലം മുമ്പ് വീട് ഇങ്ങനെയല്ലായിരുന്നു. അപ്പൊ അന്നാണ് ഇവരിവിടെ വന്നേക്കുന്നത്, താമസിക്കുന്നതൊക്കെ. അപ്പൊ ചേട്ടൻ ഒരു മിനിറ്റ് ഇരിക്കും. വീട് ഇവിടെ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. അതിൽ വെള്ളം കുടിക്കാം, എന്നിട്ട് ചോറ് എടുക്കാം. അപ്പൊ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാമ്പാർ, പപ്പടം. എന്തിട്ട് കറിയടി? ചെമ്മീൻ. ചെമ്മീൻ എന്തിട്ടത്?
ചെമ്മീൻ കറി, ചെമ്മീൻ റോസ്റ്റ് കഴിച്ചോട്ടെ. ചെമ്മീൻ റോസ്റ്റും ബീഫ് കറിയും പയറുപ്പേരി. ഇതാണ് അജിച്ചേട്ടൻ സ്പെഷ്യൽ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ ഇനി എയർപോർട്ടിലേക്ക് പോകാൻ പോകണ്ട. പോണ വഴിക്ക് അമ്മയുടെ ആങ്ങളയുടെ വീടുണ്ട്, അച്ചാച്ചൻ്റെ. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചൻ്റെ വീട്ടിലൊന്ന് കയറണം. അവിടെ കയറിയിട്ട് വേണം നേരെ എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അയച്ചേട്ടാ ഇവിടെ വന്നതിലും ഇത്ര നേരം ഞങ്ങളുടെ അടുത്ത് സ്പെൻഡ് ചെയ്തതിലും താങ്ക് യു. ഒത്തിരി ഒത്തിരി താങ്ക്സ്. എന്നെ കുറിച്ച് ചേട്ടനൊന്നും പറയാനില്ല ഞങ്ങളുടെ വ്യൂവേഴ്സിനോട്? പറയാൻ സണ്ണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാരനാണ്. അശ്ശേ, അത് ചേട്ടൻ്റെ കാര്യമില്ലേ. എന്നാൽ എന്നെ കുറിച്ച് എന്തെങ്കിലും പേർത്തി പറ. എന്തിരിപ്പാവുന്ന ഈ ചേട്ടൻ പറ. ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ ശിഷ്യനായി ഞാൻ ജോലി ചെയ്തപ്പോൾ ചേട്ടന് ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് പറയൂ, ഷെയർ ചെയ്യ്. നല്ലപോലെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇത് കഴിഞ്ഞ് ഞാനൊന്നും മേടിച്ചൊന്നും തരില്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പറ. കമ്പനിയോട് ഒരു ആത്മാർത്ഥത കാണിക്കുന്ന സണ്ണി. അങ്ങനെ തോന്നാനുള്ള കാരണം? അങ്ങനെ തോന്നാനുള്ള കാരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്നാലും ഇത്ര ആത്മാർത്ഥതയുണ്ട് കമ്പനിയോട്. ചേട്ടനോടില്ല, കൂടെ നിൽക്കുന്ന ഞങ്ങളോട്. വെറുതെ പറഞ്ഞല്ലേ? അല്ല സത്യം. ഒരാളെ അങ്ങനെ പറഞ്ഞുള്ളത് ഇത്രയും കാലം പക്കലോടത്തും കിടന്ന് പണി ചെയ്തിട്ട് ഒരാളെ ആദ്യമായിട്ട് പറഞ്ഞു കേൾക്കണം. ഇങ്ങനെ ഒരാളെന്നോട് പറഞ്ഞിട്ടില്ല. നമുക്കറിയാതെ. ഓക്കെ, അപ്പോൾ പോവാ. എടി അവനെ പിടിക്ക്. അപ്പോൾ ഗ്രേസ് ഇതേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഗ്രേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഗ്രേസ് വന്നിട്ടുണ്ട്. ഗ്രേസിനെ കാണിക്കാൻ മറന്നുപോയി. നിൽക്കണ നോക്കിയാൻ അങ്ങളോട് ബൈ ബൈ ഒക്കെ പറ. ചെല്ല്. അപ്പൊ വണ്ടി എടുക്കട്ടെ. ചെല്ല് ഓടി ചെല്ല്. ഗ്രേസ് അവിടെ നിൽക്കുക ഒരു മിനിറ്റ്. അപ്പൊ പോട്ടെ, ഞാൻ ഇറങ്ങുവാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫുഡ്. ഓക്കെ. പേടിച്ചിട്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇല്ല ഒരിക്കലും ഇല്ല. ആ പറഞ്ഞ മോളെ അന്നപ്പോ വണ്ടി കണ്ടു നോക്കിട്ട് പോ. ഗ്രേസ് കളിക്കാൻ പോവാ അടുത്ത വീട്ടില്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇറങ്ങാം തീർച്ചയായിട്ടും. ഓക്കെ. സ്റ്റീവേ ബൈ ബൈ. ബൈ ടാറ്റാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ദേ വന്ന് നമ്മുടെ എയർപോർട്ട് എത്താൻ പോകണ്ട. എയർപോർട്ടിന്റെ അടുത്ത് എത്തി നമ്മുടെ സോളാർ പാടം കണ്ടാ. ചേട്ടൻ കണ്ടിട്ടുണ്ട്? ചേട്ടൻ ആദ്യമായിട്ടല്ലേ ഇത് കൂടെ പോണേ? അവിടെ മഴക്കാര് വന്ന് നിൽക്കണ്. അതിന്റെ അടിയിലാ കാണുന്നത് മുഴുവൻ വീട് പോലെ കാണുന്നതൊക്കെ സോളാർ പാനലുകളാ. ഈ വീട് പോലെ അങ്ങനെ ചാരി വെച്ചിട്ടില്ലേ? ഫുള്ള് സോളാർ പാനൽ. ചേട്ടൻ കാണാൻ പറ്റണല്ലേ? കാണുന്നുണ്ട്. കണ്ടോ? ഈ മുകളിലേക്ക് നമ്മൾ കയറും തോറും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ചേട്ടാ ആ സൈഡ് കാണും. ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? ഒന്നുകൂടി നോക്കൂ. ഇത്തിരി ഹൈറ്റിലേക്ക് പോകുമ്പോ കണ്ടോ? ഒക്കെ സോളാർ പാനലുകളാണ്. അടിപൊളി. അപ്പൊ ഞങ്ങളുടെ കൊച്ചിയുടെ പ്രത്യേകതയാണ് ഇത് കാണുന്നത്. മൊത്തം സോളാർ പവറിൽ വർക്ക് ചെയ്യണ എയർപോർട്ടിലേക്കാണ് ചേട്ടൻ കയറാൻ പോണേ. സന്തോഷമായി. ആദ്യമായിട്ടാണ് ഞാൻ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് സൗദിക്ക് ട്രാവൽ ചെയ്യുന്നത്. അത് ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. സണ്ണി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരികയും എയർപോർട്ടിൽ കൊണ്ടാക്കി എല്ലാം ചെയ്തതിൽ ഒത്തിരി ചാൻസ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും സോളാർ പാനലുണ്ട് കേട്ടോ. ഓക്കെ. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ചേട്ടന് വേണ്ടി വീണ്ടും കാണിക്കുന്നത്. ഈ സൈഡ് മൊത്തം പാനലുകളാണ്. ഫുൾ സോളാർ പാനലാണ്. ഈ അവിടുത്തെ നമ്മള് പോണ എയർപോർട്ടിലെ പാർക്കിംഗ് ഏരിയ ഒക്കെ സോളാറാണ്. അവിടെ എഴുതി വെച്ചേക്കണം വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് സോളാർ എനർജി. ഇതൊക്കെ സൗദി ചെല്ലുമ്പോ അറബികളൊക്കെ കാണിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഇന്ത്യയിലേക്ക് വാ അങ്ങനെ പറയണം. തീർച്ചയായിട്ടും. ഹബീബി കം ടു കേരള എന്ന് പറയണം. അപ്പൊ നമ്മുടെ സോളാർ പവേർഡ് എയർപോർട്ടും നമ്മുടെ നാടൊക്കെ കാണാൻ പറ്റും. ഇതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ സൈഡിൽ കാണുന്നത്. ഇപ്പൊ ഒരു മഴക്കാറും കൂടി നിൽക്കണോണ്ട് നമുക്കൊരു നല്ലൊരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ലേ ചേട്ടൻ തോന്നണല്ലേ ലുക്ക്? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമ്മുടെ അയച്ചേട്ടൻ സൗദിയിലേക്ക് പോണ്. എല്ലാരും പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും. അതെ, നല്ല മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും 2 മാസം കൂടുമ്പോൾ ഒരു എയർപോർട്ട് ഓട്ടെങ്കിൽ വരുന്നുണ്ടല്ലോ. ആരെങ്കിലും കേട്ട് വരും. നമ്മൾ പാർക്ക് ചെയ്യട്ടെ. അപ്പൊ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു ഞാൻ പോകണ്ടായി. ചേട്ടൻ അവിടെ ഇറക്കി. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക്. നല്ല മഴയ്ക്കുള്ള കാര്യമുണ്ട്. മഴ പെയ്യോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും അയച്ചേട്ടൻ പോയപ്പോ ഒരു വിഷമം.
ഇത്ര നേരം അവിടെ ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് അജിച്ചേട്ടനെ എയർപോർട്ടിലൊക്കെ കൊണ്ടാക്കി വന്ന് വീട്ടിൽ പോയി കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് കോഴിമുട്ടയൊക്കെ പറക്കി കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് ഈ വീട്ടിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ സമയമായി. ഭക്ഷണം കഴിച്ചു. ഉച്ചക്കാലത്തെ കറികളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ എന്താ കഴിക്കാത്ത? കഴിക്കി. അപ്പോൾ അതൊക്കെ കൂട്ടി ഇത് ഭക്ഷണം കഴിഞ്ഞ് വീട് പാത്രം കഴുകാൻ പോയി. അപ്പോൾ ഇന്നലെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ നേരെ ചേരാനല്ലൂർക്ക് പോകണ്ട നമ്മുടെ ഫോർഡിൻ്റെ സർവീസിന്. ഇന്ന് നമ്മുടെ വണ്ടിയുടെ സർവീസ്. അപ്പോൾ സർവീസിനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റ. അപ്പോൾ എന്തിട്ടായാലും അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം ഫുൾ അവിടെ ആയിരിക്കും. ഇനി ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം. ബൈ.